എറണാകുളത്ത് പ്രവാസി വ്യവസായ കബളിപ്പിച്ച് ബിസിനസ് സ്ഥാപനം തട്ടിയെടുത്തതായി പരാതി. രണ്ടുപേർക്കെതിരെ കേസെടുത്ത ആലുവ പോലീസ് അന്വേഷണം തുടങ്ങി. വ്യാജ വിരലടയാളവും രേഖകളും ചമച്ചാണ് 2 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നത്. ആലുവ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് മക്കാറാണ് കബളിപ്പിക്കപ്പെട്ടത്. ദുബായിൽ നടത്തിവന്ന കേറ്ററിംഗ് സ്ഥാപനം വിൽക്കാൻ മുഹമ്മദ് മക്കാർ തീരുമാനിച്ചു. സുഹൃത്ത് ആലുവ സ്വദേശി വിനോദ് ഇടനിലക്കാരനായി. പെരിന്തൽമണ്ണ സ്വദേശി നവാസാണ് സ്ഥാപനം വാങ്ങാനെത്തിയത്. 2 കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. പണം നൽകാൻ ബുദ്ധിമുട്ടറിയിച്ച നവാസും വിനോദും പെരിന്തൽമണ്ണയിലെ സ്ഥലം പണയപ്പെടുത്തി ലോൺ എടുക്കാമെന്ന് ഉറപ്പു നൽകി. അവിടെയും തട്ടിപ്പ്. സിബിൽ സ്കോർ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് മുഹമ്മദ് മക്കാറിന്റെ പേരിലാണ് സ്ഥലം എഴുതിയത്. അതാവട്ടെ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമകൾ അറിയാതെയും. വെറും 50 ലക്ഷം രൂപ മാത്രം വിലയുള്ള ഒരു സ്ഥലം അതിൻ്റെ അതിരുകൾ മാറ്റിയിട്ട് അതിന് 11 കോടി രൂപയോ 10 കോടി രൂപയുടെ വില കാണിച്ച് ഇതിൻ്റെ ഉടമസ്ഥരും യഥാർത്ഥ ഉടമസ്ഥരും വാങ്ങുന്ന ആളായ ഞാനും അറിയാതെ കൃത്രിമമായിട്ട് വേറെ ആളുകളെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് എന്നെ കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് എന്നെ വീണ്ടും വഞ്ചിക്കാം എന്നായിരുന്നു ഒരു ഉദ്ദേശം. കച്ചവട വിവരമറിഞ്ഞ യഥാർത്ഥ ഉടമകൾ പോലീസിൽ പരാതി നൽകി. മുഹമ്മദ് മക്കാറിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഇതിനെതിരെ മുഹമ്മദ് മക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. രേഖകളിലെ വിരലടയാളം ഉൾപ്പെടെ പരിശോധിക്കാൻ കോടതി ഉത്തരവ്. ഒടുവിൽ വിരലടയാളം മുഹമ്മദ് മക്കാറിൻ്റെതല്ലെന്നും നവാസും വിനോദും ചേർന്ന് നടത്തിയത് ഗുരുതര തട്ടിപ്പെന്നും കണ്ടെത്തി. ഇരുവരെയും പ്രതി ചേർത്ത് ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരും ആധാരമെഴുത്തുകാരും ഉൾപ്പെട്ടതാണ് തട്ടിപ്പ് സംഘമെന്നാണ് മുഹമ്മദ് മക്കാറിന്റെ പരാതി. 24 കൊച്ചി.